മലയാള സിനിമയ്ക്ക് നഷ്ടമായ അതുല്യ കലാകാരൻ കലാഭവൻ മണിയെ തന്റെ ജീവിതത്തിലൂടെ പുനർനിർമ്മിക്കുകയാണ് എടവണ്ണപ്പാറ സ്വദേശി സതീഷ് കുമാർ. മണിയുടെ നാടൻപാട്ടുകളും ശബ്ദവുമെല്ലാം ഇന്ന് സതീഷ് കുമാറിലൂടെ പുനർജനിക്കുകയാണ്. സതീഷ് കുമാറിന്റെ ജീവിതത്തിലൂടെ കലാഭവൻ മണി എന്ന ജനകീയ നടന്റെ നഷ്ടം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്തതാണ്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ എടവണ്ണപ്പാറ സ്വദേശി കലാഭവൻ സതീഷ് കുമാർ ഇന്ന് കലാഭവൻ മണിയായി തന്റെ ജീവിതം അഭിനയിച്ച് തീർക്കുകയാണ്. ലോക മലയാളി മനസ്സുകൾ കീഴടക്കിയ നിരവധി സിനിമകൾ, നാടൻപാട്ട്, മിമിക്രി വേദികൾ, അതിലുപരി ചാലക്കുടിക്കാരുടെ ജനകീയനായ മണിച്ചേട്ടൻ. കലാഭവൻ മണിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതകൾ ഇനിയും നീങ്ങിയില്ലെങ്കിലും മണി എന്ന കലാകാരൻ മലയാള മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായിരിക്കും. കലാഭവൻ മണിയെ സ്വന്തം ജീവിതത്തിൽ പകർത്തി വ്യത്യസ്തനാവുകയാണ് എടവണ്ണപ്പാറ സ്വദേശി കലാഭവൻ സതീഷ് കുമാർ. എടവണ്ണപ്പാറ പള്ളിപ്പടി പുളിയോറംകുന്നത്ത് ഗോപാലന്റെയും ജാനുവിന്റെയും മകൻ സതീഷ് ഇല്ലായ്മയുടെ ചെറുപ്പത്തിലും പാട്ടിന്റെ വഴിയിലായിരുന്നു. ഒപ്പം മിമിക്രിയിലും മോണോ ആക്ടിലും തിളങ്ങി. കാക്കയുടെയും പൂച്ചയുടെയും ശബ്ദങ്ങളിൽ നിന്നും പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ ആവർത്തന വിരസതയിൽ നിന്നും സ്കൂൾ യുവജനോത്സവ വേദികളിൽ മിമിക്രി മത്സരം രക്ഷപ്പെട്ടിരുന്നില്ല. സതീഷ് സിനിമാ നടന്മാരെ അനുകരിക്കുന്നത് വലിയ കയ്യടി നേടി. ഒരു വേദിയിൽ കലാഭവൻ മണിയെ അനുകരിച്ചപ്പോൾ വിധികർത്താക്കൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. സതീഷിന്റെ ജീവിതം മാറിമറിഞ്ഞത് കലാഭവൻ മണിയുടെ പാട്ടുകൾ പാടുന്നതോടെയാണ്. ഒരുപക്ഷെ കലാഭവൻ മണി പാടിയതിനേക്കാൾ കൂടുതൽ പാട്ടുകൾ സ്റ്റേജിൽ മണിയുടേതായി സതീഷ് പാടിയിട്ടുണ്ടാവും. കേട്ടാൽ കലാഭവൻ മണിയല്ലെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് ശബ്ദസാമ്യം, ഭാവപൂർണം. പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന്, ചന്തള്ള പെണ്ണിനെ കെട്ടിയ മൂലവും ആയസും പോയി എന്റെ അഴകും പോയി, നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാവിട്ടടിക്കണ കുഞ്ഞാത്തോൻ, കൂടെ നടന്ന് പണിക്കാര് ചൊല്ലണി ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ. ഒരുപക്ഷെ നാടൻപാട്ടിൽ കലാഭവൻ മണിയെ ജനകീയനാക്കുന്നതിൽ സതീഷിന്റെ പങ്ക് ചെറുതല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സതീഷ് മണിയുടെ പാട്ടുകൾ പാടുന്നു. ഇങ്ങനെ കലാഭവൻ മണിയുടെ പാട്ടുകളുടെ ചിറകിൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് വേഗം കൂടിയപ്പോഴാണ് 2007 മണിയെ കാണാനുള്ള അവസരം ലഭിക്കുന്നത്. മക്കരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടന പരിപാടിയാണ്. കലാഭവൻ മണിയുടെ സ്റ്റേജ് ഷോ. മതിൽ ചാടിയാണ് സതീഷ് അകത്തു കടന്നത്. മണിയുടെ സംഘത്തിൽ ഒരാൾ സതീഷിനെ തിരിച്ചറിഞ്ഞു. അയാൾ മണിയുടെ അരികിലേക്ക് സതീഷിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് താങ്കളുടെ പാട്ടുകൾ പാടുന്ന സതീഷ്. അയാൾ സതീഷിനെ മണിക്ക് പരിചയപ്പെടുത്തി. ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മണി സതീഷിനെ നോക്കി. പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അന്ന് അങ്ങനെ വേദികളിൽ കേൾക്കാത്ത, മണി പോലും മറന്ന ആരോരുമാവാത്ത കാലത്ത് എന്ന പാട്ട് പാടിയപ്പോൾ തന്നെ നോക്കിയിരുന്ന മണിയുടെ മുഖം ഇപ്പോഴും സതീഷിന്റെ ഓർമ്മയിലുണ്ട്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഈ സമാഗമം. എന്നോട് പാട്ട് പാടണം എന്നോട് പറഞ്ഞായിരുന്നു. ആ പാട്ട് പാടിപ്പോ. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. പരിചയപ്പെടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ പരിപാടി കാണാനായി സതീഷ് സദസ്സിന്റെ പിറകിലേക്ക് നീങ്ങി. കാണികളെ ഇളക്കിമറിച്ച് സ്വതസിദ്ധമായ താളപ്പെരുക്കത്തിൽ മണി ആടിപ്പാടുന്നത്, ജനങ്ങളെ കയ്യിലെടുക്കുന്നത് കണ്ടു നിൽക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി മൈക്കിൽ മണിയുടെ ശബ്ദം. എന്റെ പാട്ടുകൾ പാടുന്ന ഒരാൾ ഇവിടെയുണ്ട്. പിന്നെ സദസ്സിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, സതീഷ് പാടാം മോനെ. അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി വേദിയിലെത്തി. പിന്നീട് മണിയോടൊപ്പം സദസ്സിനു മുമ്പിൽ ഒരിക്കൽ കൂടി ആ പാട്ടുപാടി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ ക്ലൈമാക്സ്. കാണികളുടെ നിറഞ്ഞ കയ്യടിയുണ്ടെങ്കിലും മണിച്ചേട്ടൻ എന്തു പറയുന്നുവെന്ന് ആശങ്ക. നോക്കുമ്പോൾ സ്റ്റേജിന്റെ ഒരറ്റത്ത് കണ്ണീർ വാർത്തു നിൽക്കുന്ന മണിയെയാണ് കാണുന്നത്. പിന്നെ സതീഷിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കൃഷ്ണേട്ടോ, കവലയിൽ നിന്ന് ആൾക്കാർ കൊണ്ടല്ലേ, നമുക്ക് പാരാവോ? ഇങ്ങനെ ഒരു കൈതക്കുട്ടിയെ എല്ലാരും കാണണം കൃഷ്ണേട്ടാ. എന്നാലും എനിക്ക് കണ്ടിരുന്നാണല്ലേ ആദ്യം കാണണ്ടേ. കൃഷ്ണേട്ടോ, കൃഷ്ണേട്ട കണ്ടോണ്ടോ വാസത്തിനെ? പാവാട് പാവാ കൃഷ്ണേട്ടാ, ചിരിക്കലോ. തോമസ് സാർ വന്നോ? തോമസ് സാറേ, വാസത്തി പാവാ, വാസത്തി പാവാ, വാസത്തി പാവാ.
നിന്റെ വാസത്തിനെ കൊണ്ടിട്ടത് കാണണോ? എനിക്ക് കണ്ണു വേണ്ട, എനിക്ക് കണ്ണു വേണ്ട. ഈ നശിച്ച രോഗം കാണാൻ എനിക്ക് കണ്ണു വേണ്ടപ്പ. വാസത്തിയെ എന്നെ കൊച്ചിട്ട് പോവാ. എനിക്ക് കണ്ണു വേണ്ട, എനിക്ക് കണ്ണു വേണ്ട. പാവാവിസവള് പാവാ, പാവാന്റെ വാസത്തി പാവാ. ഇതൊരു പക്ഷേ മലയാള സിനിമയിൽ കുറെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ അഭിനയിച്ച് കാണിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അത് സന്തോഷം കൊണ്ട് തന്നെയായിരിക്കും എന്റെ കൊച്ചനുജൻ ഇന്നിവിടെ കാണിച്ചതും. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണു നിറയും, സന്തോഷമാണ്. തീർച്ചയായിട്ടും എന്റെ അനുജന് എല്ലാ അഭിനന്ദനങ്ങൾ. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഇപ്പൊ ഈ നേരത്ത് കൊടുക്കാൻ പറ്റില്ല. കലാഭവൻ മണിയെ പോലെ തന്നെ സുഹൃത്തുക്കൾ തന്നെയാണ് സതീഷ് കുമാറിന്റെയും ശക്തി. സുഹൃത്ത് ബന്ധങ്ങൾക്ക് അതിരുകളില്ല എന്നതാണ് സതീഷിന്റെയും പ്രത്യേകത. ഞങ്ങളെത്തിയപ്പോൾ പാടിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു സതീഷ്. സംസാരത്തിനിടെ തൊട്ടടുത്ത പഞ്ചായത്തായ കീഴുപറമ്പിൽ നിന്ന് ഉത്സവത്തിന് കുരുത്തോല വെട്ടാനായി ചിലരെത്തി. പിന്നെ അവരോടൊപ്പമായി അല്പസമയം. ഇതിനിടയിൽ പാട്ടും അനുകരണവുമായി സന്തോഷ് നിമിഷങ്ങൾ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. 2001 മുതൽ 2006 വരെ കൊച്ചിൻ കലാഭവന്റെ താരമായിരുന്ന സതീഷ് ഇപ്പോൾ കൊച്ചിൻ നവോദയ ഉൾപ്പെടെ നിരവധി ട്രൂപ്പുകൾക്ക് വേണ്ടി പരിപാടികൾ അവതരിപ്പിക്കുന്നു. മണിയുടെ മരണശേഷം തന്നെ പലരും കലാഭവൻ മണിയായി കാണുന്നു എന്നത് ഏറെ സന്തോഷം പകരുന്നതാണ് സതീഷ് പറയുന്നു. 20 വർഷത്തോളം അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാൻ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. മണിച്ചേട്ടന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ മണിച്ചേട്ടൻ പാടിനേക്കാളും കൂടുതൽ ഞാനാ പാടി. വേദികളും ചില ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യം, പണ്ട് കാലത്ത് ഞാൻ ഈ സ്റ്റേജിൽ പാടുന്ന കാലത്ത് ഈ മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രം ഇങ്ങനെ പാടി നടന്നാൽ മതി, വേറെ പാട്ട് ഞാൻ പറയും. ആ പാട്ടിന് ശരിക്കും ഒരു ആയുസുണ്ട്. സ്നുബയാണ് സതീഷിന്റെ ഭാര്യ. 11 മാസം പ്രായമായ ഒരു ആൺകുട്ടിയും ഇവർക്കുണ്ട്. എടവണ്ണപ്പാറയിൽ നിന്നും ക്യാമറമാൻ GN ആസാദിനൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.